Hello guys, welcome back to Cricket Talks with Kiran. Lucknow Super Giants vs Royal Challengers Bangalore. ഈ സീസണിലെ അവസാനത്തെ ലീഗ് മത്സരത്തിന് ഇറങ്ങുമ്പോൾ RCBയുടെ മുന്നിലുള്ള ടാസ്ക് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയുള്ള മത്സരം വിജയിക്കുക, ക്വാളിഫയർ 1 കളിക്കുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ RCB ഇന്നത്തെ മത്സരം ജയിക്കുകയാണെങ്കിൽ ആരായിരിക്കും എതിരാളികളായിട്ട് വരുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ എന്തായാലും കിട്ടും. അപ്പോൾ വീണ്ടും നമ്മുടെ ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ RCB കഴിഞ്ഞ മത്സരം സൺറൈസേഴ്സുമായിട്ട് തോറ്റു കഴിഞ്ഞപ്പോൾ RCBക്ക് കുറച്ച് കാര്യങ്ങൾ പരിങ്ങലിലായിരുന്നു. അതായത് ഒരു ക്വാളിഫയർ 1 കളിക്കണമെങ്കിൽ മറ്റ് 2 റിസൾട്ട്സ് കൂടി അവർക്ക് അനുകൂലമായിട്ട് വരേണ്ടിയിരുന്നു. അത് തീർച്ചയായിട്ടും വന്നു. അതായത് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു, അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചു. അതോടെ വീണ്ടും അവരുടെ ആ ഒരു വിധി എന്ന് പറയുന്നത് അവരുടെ കൈകളിലേക്ക് എത്തി. അതായത് ലക്നൗ സൂപ്പർ ജയൻസിനെ തോൽപ്പിക്കുക, ക്വാളിഫയർ 1 കളിക്കുക. നമ്മൾ പോയിന്റ്സ് ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ 13 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുമായിട്ട് RCB 3-ാം സ്ഥാനത്താണ്. അപ്പോൾ പഞ്ചാബ് മുംബൈ മത്സരത്തിൽ മുംബൈയാണ് ജയിക്കുന്നതെങ്കിൽ മുംബൈക്ക് 18 പോയിന്റ് ആവും. അപ്പോൾ RCB ജയിച്ചു കഴിഞ്ഞാൽ RCBക്ക് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തെത്താം. ഇനിയിപ്പോൾ പഞ്ചാബ് കിങ്സ് ആണ് ജയിക്കുന്നതെങ്കിൽ ഇപ്പോൾ നെറ്റ് റൺ റേറ്റ് അനുസരിച്ചായിരിക്കും. ഇൻ കേസ് RCB ജയിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 സ്പോട്ട് ആരുടേതാണെന്ന് തീരുമാനിക്കപ്പെടുക. അപ്പോൾ അങ്ങനെയാണ് പോയിന്റ്സ് ടേബിളിലെ കാര്യങ്ങൾ. ഇനി പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ RCBയുടെ വറിയിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്യാപ്റ്റൻ കൂടിയായ രജത് പടിദാറിന്റെ ഫോമാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പടിദാർ ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് ഫുള്ളായിട്ട് റിക്കവർ ആവാത്തതിനാൽ ജിതേഷ് ശർമ്മയാണ് ടീമിനെ നയിച്ചത്. അപ്പോൾ രജത്ത് ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ രജത്ത് ഫുള്ളി ഫിറ്റ് ആയി കഴിഞ്ഞാൽ രജത്ത് ആ ഒരു ക്യാപ്റ്റൻസി ഡ്യൂട്ടീസ് ഏറ്റെടുക്കും. അല്ലെങ്കിൽ ഇന്നത്തെ മത്സരത്തിലും ജിതേഷ് ശർമ്മയായിരിക്കും ടീമിനെ നയിക്കുക. അപ്പോൾ ഇനി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നു കഴിഞ്ഞാലും രജത് പടിദാറിന്റെ ഫോം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ മത്സരങ്ങളിൽ കളിച്ച രജത്തിനെ അല്ല നമ്മൾ പിന്നീട് കണ്ടത്. ഇപ്പോൾ സ്പിന്നേഴ്സിനെതിരെ ആയാലും അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിനെതിരെ ആയാലും ആ ഒരു ഫോം ഡിപ്പ് ആവുന്നതാണ് നമ്മൾ കണ്ടത്. രജത്തിന്റെ ഫോം RCBയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. ഇപ്പോൾ ഇതിനു മുൻപ് ഒരു എലിമിനേറ്ററിൽ ഒരു സെഞ്ചുറി അടിച്ചുകൊണ്ട് RCB വിജയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞ താരമാണ് രജത് പടിദാർ. ഇപ്പോൾ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നെതിരെ അത്രയും ഡിസ്ട്രക്റ്റീവ് ആയിട്ട് അനായാസം സിക്സറുകൾ അടിക്കാനൊക്കെ കഴിവുള്ള ഒരു പ്ലെയറാണ് രജത്ത്. അപ്പം രജത്തിന്റെ ആ ഒരു ഫോം എന്ന് പറയുന്നത് RCBക്ക് ഇനി ഉള്ള മത്സരങ്ങളിൽ വളരെയേറെ ക്രൂഷ്യലാവും. അതുകൊണ്ട് തന്നെ ആ ഒരു മിഡിൽ ഓർഡറിനെ ഗ്ലൂ ചെയ്ത് നിർത്തുന്ന ആ ഒരു നമ്പർ 4 എന്ന് പറയുന്ന ആ ഒരു തന്ത്രപ്രധാനമായ സ്പോട്ടിൽ രജത്തിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നിർണായകമാകും. ഇനി പിന്നീട് ജിതേഷ് ശർമ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിതേഷ് ശർമ്മ അവിടെ ഇവിടെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ഒരു പെർഫോമൻസ് വന്നിട്ടില്ല. പിന്നെ ഒരു വറിയിങ് ഫാക്ടർ എന്ന് പറയുന്നത് ടിം ഡേവിഡിന്റെ ഒരു ഇഞ്ചുറിയാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ബൗണ്ടറിയിൽ ഒരു ബോൾ ഫീൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനിടെ ആ ഒരു ചെറിയൊരു ഹാംസ്ട്രിങ് ഇഞ്ചുറി പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇഞ്ചുറി പറ്റുകയും കയറി പോവുകയും ചെയ്തു. പിന്നെ ബാറ്റിങ്ങിനിടയിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. അതായത് ഓടാൻ പോലും ടിം ഡേവിഡിന് കഴിഞ്ഞിരുന്നില്ല. അത് ആ ഒരു പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഫുള്ളി ഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ടിം ഡേവിഡ് ഒരുപക്ഷെ ഇറങ്ങിയേക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിലും അപ്പോൾ ഒരു ഇഞ്ചുറി പ്രോൺ ആണെങ്കിൽ ടിം ഡേവിഡിനെ റിസ്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ഓഫ് വരികയല്ലേ. അപ്പോൾ എന്താണ് RCB തീരുമാനിക്കുന്നതെന്ന് നമുക്ക് ഇനി മത്സരത്തിന് തൊട്ട് മുമ്പ് മാത്രമേ അറിയാൻ സാധിക്കൂ. കാരണം ടിം ഡേവിഡിനെ പറ്റിയുള്ള റിപ്പോർട്ട്സ് ഒന്നും പുറത്തു വന്നിട്ടില്ല. ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ RCBക്ക് വറീസ് ഒന്നുമില്ല. വിരാട് കോഹ്ലി നല്ല ഫോമിലാണ്. പിന്നീട് ഫിൽ സാൾട്ട് കഴിഞ്ഞ മത്സരത്തിന് തുടക്കം ഒന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും നന്നായിട്ട് തന്നെ കളിച്ചു. പിന്നെ റൊമാരിയോ ഷെപ്പേർഡിന്റെ കാര്യം കഴിഞ്ഞ മത്സരത്തിൽ നിർഭാഗ്യകരം എന്ന് പറയാം. ഫസ്റ്റ് ബോൾ ഒന്ന് ഒരു കുറച്ച് ലേറ്റ് ആയിരുന്നു ബാറ്റ് ഒന്ന് വെക്കാൻ. അങ്ങനെ ഇഷാൻ മലിംഗ നല്ലൊരു റിട്ടേൺ ക്യാച്ചിലൂടെ റൊമാരിയോയെ പുറത്താക്കി. ഇനി നമുക്ക് ഈ ബോളിംഗിലേക്ക് വന്നു കഴിയുമ്പോൾ ഹേസൽവുഡിന്റെ ഇൻക്ലൂഷൻ ഇവർക്ക് വളരെ വലിയൊരു ബൂസ്റ്റ് ആണ്. അറിയാം, ഹേസൽവുഡ് എന്ന് പറഞ്ഞാൽ RCBയുടെ ടോപ്പ് വിക്കറ്റ് ടേക്കർ ആണ്. അതുപോലെ തന്നെ മികച്ച രീതിയിൽ ചില മത്സരങ്ങളിലൊക്കെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിലൂടെ RCBയെ ജയിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. RCBയെ സംബന്ധിച്ച് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബോളറാണ് ഹേസൽവുഡ്. ഹേസൽവുഡിന്റെ അഭാവം നമ്മൾ കഴിഞ്ഞ കളികളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഹേസൽവുഡ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ തന്നെ കളിക്കുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പം പ്ലേ ഓഫ് വരികയാണ്. ഒരു ഷോൾഡർ നിഗലിന് ശേഷം ആ ഒരു ഇഞ്ചുറിക്ക് ശേഷം വരികയാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു മത്സരത്തിന് ഇറക്കുമോ അതോ വെയിറ്റ് ചെയ്തിട്ട് പ്ലേ ഓഫിലെ കളിപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നീട് മറ്റുള്ള ബോളേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ഇതേവരെ നന്നായിട്ടിറങ്ങുന്ന സ്പിന്നേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ അടികൊണ്ടു. അതായത് സൺറൈസേഴ്സ് പ്രോപ്പറായിട്ട് സ്പിന്നേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് കണ്ടത്. അതൊരു 1 ഓഫ് ഗെയിം ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഇന്നത്തെ മത്സരവും അതേ സെയിം ഗ്രൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ കൃണാൽ പാണ്ഡ്യ ആയാലും സുയാഷ് ശർമ്മ ആയാലും ആ ഒരു മിഡിൽ ഓവേഴ്സ് നിയന്ത്രിക്കുന്നതിൽ ഫലപ്രദമായിട്ടുണ്ട്. അത് തന്നെ RCBയുടെ പല വിജയങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഒരു പഴയ ഒരു ഋതത്തിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് 20 ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഒരു മത്സരം കളിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഒരു റെസ്റ്റിനെസ് ആവാം. എന്തായാലും ആ ഒരു ഫോമിലേക്ക് തിരികെ എത്തേണ്ട അത്യാവശ്യമാണ്. ഇനി ഭുവിയുടെ കാര്യം പറഞ്ഞാൽ ഭുവി നന്നായിട്ട് എക്സ്പെൻസീവ് ആവുന്നുണ്ട്. അപ്പോൾ ഭുവിയുടെ ഫോമും ക്രൂഷ്യലായിട്ട് വരും. പ്രത്യേകിച്ച് ഹേസൽവുഡ് നാളെ കളിക്കുന്നില്ലെങ്കിൽ ഭുവിക്ക് തന്നെ ആയിരിക്കും ആ ഒരു ബോളിംഗ് അറ്റാക്ക് സ്പിയർ ഹെഡ് ചെയ്യാനുള്ള ചുമതല. പിന്നെ യഷ്ദയാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിക്കറ്റ് ഇടുന്നുണ്ടെങ്കിലും എക്സ്പെൻസീവ് ആവുന്നുണ്ട്. ആ ഒരു ഫുൾ ഫ്ലോയിൽ യഷ്ദയാലും എത്തിയിട്ടില്ല. അപ്പോൾ ഇൻ ടോട്ടൽ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ആശങ്കകളില്ല. ഇപ്പോൾ കഴിഞ്ഞ മാച്ച് ഒരു 1 ഓഫ് മാച്ച് എന്ന രീതിയിൽ വിടാമെങ്കിലും പിന്നെ ഒന്ന് നമ്മൾ ചെകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ഫില്ല് ചെയ്യാനാവുന്ന ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. ഇനി ലക്നൗ സൂപ്പർ ജയൻസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഓൾറെഡി എലിമിനേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ മത്സരം അവർക്ക് GTA തോൽപ്പിക്കാനായി.
ഇപ്പോൾ നമുക്കറിയാം അവരുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ടോപ്പ് 3 ആണ്. ഇപ്പോൾ മിച്ചൽ മാർഷ്, എയ്ഡൻ മാർട്ടറും അതുപോലെ തന്നെ നിക്കോളാസ് പുറാൻ അവർ ആ ഒരു ഫോമിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ഇനി എയ്ഡൻ മാർട്ടത്തിന്റെ ആ ഒരു ഇൻക്ലൂഷനെ സംബന്ധിച്ച് ഒരു 2 രീതിയിലുള്ള റിപ്പോർട്ട്സ് ഞാൻ കണ്ടു. ഒരു റിപ്പോർട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ഡൻ മാർട്ടറും ഓൾറെഡി തിരിച്ച് പോയി. അത് നമുക്കറിയാമല്ലോ, ഒരു പ്ലേ ഓഫിന് തൊട്ട് മുമ്പ് അവർ തിരികെ മടങ്ങുന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഒരു റിപ്പോർട്ടിൽ എയ്ഡൻ മാർട്ടറും തിരിച്ചു പോയതായിട്ടും കണ്ടു. പക്ഷേ ഒരെണ്ണത്തിനകത്ത് എയ്ഡൻ മാർട്ടറത്തെ പോസിബിൾ പ്ലേയിങ് 12 ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ടും കണ്ടു. അപ്പോൾ ഞാൻ ലക്നോ സൂപ്പർ ജയൻസിന്റെ ഹാൻഡിൽസ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു താങ്ക് യു നോട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ എയ്ഡൻ മാർട്ടർ തന്നെ കളിക്കും, ഇല്ലെങ്കിൽ അവർക്ക് മാത്യു ബ്രിഡ്സ്കിയോ പോലെ മറ്റൊരു പ്ലെയറിനെ അല്ലെങ്കിൽ ഒരു യങ് പ്ലെയറിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നീട് ഋഷഭ് പന്ത്, ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവസാന ഒരു ഓവർ മാത്രമാണെങ്കിലും ഋഷഭ് പന്തിന്റെ ആ ഒരു ടച്ച്, അതായത് ഈ സീസണിൽ ഇത്രയും കളിച്ചതിൽ വെച്ചിട്ട് അവസാനം ആ ഒരു 6 പന്തുകളിലാണ് ഋഷഭ് പന്ത് ഒരു ടച്ചിലാണെന്ന് നമുക്ക് തോന്നിച്ചത്. അപ്പോൾ എന്തായാലും ഋഷഭ് പന്ത് ആ ഒരു ഫോമിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മില്ലറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സീസണിൽ നേരത്തെ GTക്ക് വേണ്ടി പെർഫോം ചെയ്ത പോലൊന്നും മില്ലർ പെർഫോം ചെയ്തിട്ടില്ല. പിന്നീട് ആ ഒരു ഹെവി ലിഫ്റ്റിംഗ് മിഡിൽ ഓർഡറിൽ നടത്തിയത് ആയുഷ് ബഡോണിയും അബ്ദുൾ സമദുമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ടോപ്പ് 3 പിടിച്ച് കെട്ടുക എന്നുള്ളതായിരിക്കും RCBയുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം അത് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ ബോളിംഗ് സൈഡിലാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സീസണിന്റെ തുടക്കം തൊട്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇഞ്ചുറി റിട്ടേൺ സെറ്റപ്പ് ആണ്, ഇൻഎക്സ്പീരിയൻസ്ഡ് ആണെന്നൊക്കെ. അപ്പോൾ ബോളിംഗിൽ ഇവർക്ക് പ്രശ്നമുണ്ട്. പിന്നീട് ഈ മത്സരത്തിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷൻ ആയിരുന്ന ദിഗ്വേഷ് ആണ് ഈ സീസണിൽ അവരുടെ ബെസ്റ്റ് ബോളർ. അത് നിസ്സംശയം നമുക്ക് പറയാനാവുന്ന കാര്യമാണ്. ദിഗ്വേഷ് ഈ മത്സരത്തിൽ സസ്പെൻഷന് ശേഷം തിരികെ എത്തും. അപ്പോൾ അത് അവരുടെ ബോളിംഗിനെ കുറച്ചുകൂടി ബോൾസ്റ്റർ ചെയ്യും. പിന്നീട് ഇപ്പോൾ ഷർദുലും ആവേശമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എക്സ്പെൻസീവ് ആവുന്നുണ്ട്. ചില മത്സരങ്ങളിൽ ആവേശം തുടക്കമൊക്കെ എക്സ്പെൻസീവ് ആയിട്ട് അവസാനം വന്ന് ഡെത്ത് ഓവേഴ്സിൽ നന്നായിട്ട് എറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നന്നായിട്ട് അടി വാങ്ങിയിട്ട് അവസാനം വന്ന് നല്ല രീതിയിൽ പന്തെറിഞ്ഞ് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ അവരുടെ ഒരു പ്രതിഭയുടെ ഒരു മിന്നലാട്ടങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ബ്രൈറ്റ് സ്പോട്ട് കാണുന്നുണ്ടെങ്കിൽ ഇൻ ടോട്ടൽ അവരുടെ ബോളിംഗിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, RCBക്ക് ഈ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഒരു 100% എവേ വിൻ റെക്കോർഡ് സ്വന്തമാക്കാം. ഇപ്പോൾ കഴിഞ്ഞ മത്സരം ലക്നൌവിലാണ് തോറ്റതെങ്കിലും ഒരു ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അത് RCBയുടെ ഒരു ഹോം മത്സരമായിരുന്നു. അത് ചിന്നസ്വാമിക്ക് പുറത്താണെങ്കിൽ പോലും അത് എവേ മത്സരമായിട്ട് കൂട്ടില്ല. അപ്പോൾ ഇതാണ് RCBയുടെ ആക്ച്വലി എവേ മത്സരം. അപ്പോൾ ഈ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു 100% റെക്കോർഡ് അവർക്ക് നിലനിർത്താനും അതൊരു റെക്കോർഡാണ്. ഒരു ടീമും ഇതേവരെ അങ്ങനെ ഒരു സീസണിൽ എല്ലാ എവേ മത്സരങ്ങളും അങ്ങനെ ജയിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കാൻ RCBക്ക് കഴിയും. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മത്സരം നടക്കുന്നത് ലക്നൌവിലാണ്. ഇപ്പോൾ ലക്നൌ ഏകനാ സ്റ്റേഡിയം ആയാലും നമ്മളിപ്പോൾ ജയ്പൂരിലെ പിച്ചിനെ പറഞ്ഞ പോലെ ഹിസ്റ്ററി വെച്ച് നോക്കിയാൽ ഒരു വലിയ ഹൈ സ്കോറിംഗ് മാച്ചസ് നടക്കുന്ന വെന്യൂ അല്ല. അറൌണ്ട് 185, 190 ഒക്കെ പെർ സ്കോർ ആയിട്ട് വരുന്ന ഗ്രൗണ്ടാണ്. എന്നാൽ ഈ സീസണിൽ ഇതും ഒരു ബാറ്റിംഗ് പിച്ച് പോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, SRH RCBക്കെതിരെ ഒരു 230+ സ്കോർ പോസ്റ്റ് ചെയ്തു. RCB ഒരു 14ാം ഓവർ വരെ ഒരു ആസ്കിംഗ് റേറ്റിൽ മുന്നിലായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് വിക്കറ്റ് പോയി ആ മത്സരം കയ്യിൽ നിന്ന് പോയെങ്കിലും ഇൻ ടോട്ടൽ 400+ റൺസ് ആ ഒരു പിച്ചിൽ പിറന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിച്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന സോയിൽ ഏതാണ്, അത് ക്രൂഷ്യലാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു റെഡ് സോയിൽ പിച്ചായിരുന്നു. റെഡ് സോയിൽ പിച്ച് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു പേസും ക്യാരിയൊക്കെ ഉണ്ടാവും. എന്നാൽ ബ്ലാക്ക് സോയിൽ പിച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ബോളേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി ലോ ലോ ആൻഡ് സ്ലോ ആയിരിക്കും ബ്ലാക്ക് സോയിൽ പിച്ചസ് എന്ന് പറയുന്നത്. ഏത് സോയിലാണ് ഇന്നത്തെ മത്സരത്തിലെ പിച്ചിന് യൂസ് ചെയ്യുന്നതെന്ന് കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം. എങ്കിലും ഇൻ ടോട്ടൽ ഒരു 200 റൺസ് ഒക്കെ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സീസണിലെ മറ്റു മാച്ചസ് കാണുമ്പോൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതാണ് പിച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് 12ലേക്ക് വന്നു കഴിഞ്ഞാൽ RCBയിൽ ഒന്ന് ടിം ഡേവിഡിന്റെ ഇഞ്ചുറി. അപ്പോൾ ടിം ഡേവിഡ് ഇന്നത്തെ മാച്ചിന് ഫിറ്റ് അല്ലെങ്കിൽ അവിടെ ഒന്നെങ്കിൽ അവർക്ക് ഓപ്ഷൻ ഉള്ളത് ലിയാം ലിവിങ്സ്റ്റോണോ അല്ലെങ്കിൽ ടിം സെയ്ഫേർട്ടിനെ യൂസ് ചെയ്യാനാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ വേണമെങ്കിൽ ഒരു സ്വസ്തിക് ചിക്കാരെ പോലെ ഒരു ഇന്ത്യൻ പ്ലെയറിനെ കൊണ്ടുവന്നിട്ട്, പ്രത്യേകിച്ച് ലക്നൗ പിച്ച് എന്ന് പറയുന്നത് സ്വസ്തിക് ചിക്കാരയ്ക്ക് നല്ല പരിചയമുള്ള ഗ്രൗണ്ടാണ്. കാരണം UP സ്വദേശിയാണ് ചിക്കാര എന്ന് പറയുന്നത്. അവിടെ UP T20 ലീഗിൽ ചിക്കാര ലക്നൗ സ്റ്റേഡിയത്തിൽ നല്ല പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു ഇന്ത്യൻ ബാറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ഫോറിൻ ബോളറെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടിം സെയ്ഫേർട്ടിനെയോ ലിയാം ലിവിങ്സ്റ്റോണിനെയോ ഒക്കെ കൊണ്ടുവരാം. അത് അവരുടെ ഓപ്ഷനാണ്. പിന്നീട് ലുങ്കി എൻഗിഡി തിരിച്ചു പോയാലേ അറിയാമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ജോഷ് ഹേസൽവുഡിനെ തന്നെ അവർക്ക് സ്വാപ്പ് ചെയ്യാം. ഇനി ഹേസൽവുഡിനെ റിസ്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേണമെങ്കിൽ നുവാൻ തുഷാരയുണ്ട്, ശ്രീലങ്കൻ പേസർ. അതുപോലെ തന്നെ ബ്ലെസ്സിംഗ് മുസറബാനി നല്ലൊരു ഹിറ്റ് ദ ഡെക്ക് ബോളറാണ്. പക്ഷേ ഈ ഒരു IPL പോലൊരു ടൂർണമെന്റിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസോ എക്സ്പോഷറോ ഇല്ല. അപ്പോൾ ഇവരിൽ രണ്ടിൽ ആരെങ്കിലും ഒരാളെ ട്രൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇന്ത്യൻ ബാറ്റർ എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 പേരെ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷനും RCBക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് RCB നിരയിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ മായങ്ക് അഗർവാളിന് എന്തായാലും ഒരു മത്സരം കൂടി കിട്ടും. കഴിഞ്ഞ മത്സരത്തിൽ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഒരൊറ്റ മത്സരത്തിന്റെ പേരിൽ ഒഴിവാക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തായാലും കണ്ടറിയണം. ഇനി LSGയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എയ്ഡൻ മാർക്കറത്തിന്റെ കാര്യത്തിൽ ആ ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവിടെ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. പിന്നീട് ദിഗ്വേഷ് ടീമിലേക്ക് തിരികെ എത്തും. പിന്നീട് അവരുടെ ലാസ്റ്റ് മത്സരമാണ്, എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മത്സരമാണ്. കുറച്ച് ഇന്ത്യൻ ടാലൻസ് അവരുടെ ബെഞ്ചിലുണ്ട്, അവർക്ക് വേണമെങ്കിൽ ചാൻസ് കൊടുത്ത് നോക്കാവുന്നതാണ്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. RCB നിരയിൽ നിന്ന് കൃണാൽ പാണ്ഡ്യ
കൃണാൽ പാണ്ഡ്യ നമുക്കറിയാം RCBയുടെ ഒരു അണ്ടർ റേറ്റഡ് പെർഫോമറാണ്. വിക്കറ്റ് വൈസ് നോക്കിയാൽ കൃണാൽ പാണ്ഡ്യയുടെ ഏറ്റവും ബെസ്റ്റ് സീസണാണ് ഈ സീസൺ എന്ന് പറയുന്നത്. അത് മാത്രമല്ല കഴിഞ്ഞ സീസണുകളിൽ LSGക്ക് വേണ്ടി കളിച്ച താരമാണ്. LSG ഗ്രൗണ്ട് നന്നായിട്ട് അറിയാവുന്ന പ്ലെയർ കൂടിയാണ്. അപ്പോൾ തൻ്റെ പഴയ ഫ്രാഞ്ചൈസിനെതിരെ എങ്ങനെയാണ് കൃണാൽ പാണ്ഡ്യ പെർഫോം ചെയ്യുന്നത്? കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് അടി വാങ്ങിയെങ്കിലും ഈ മത്സരത്തിൽ ശക്തമായി തിരികെ വരുമോ എന്നുള്ള കാര്യം ഞാൻ ഉറ്റുനോക്കുന്നുണ്ട്. ഇനി LSG സൈഡിൽ നിന്ന് ഋഷഭ് പന്ത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഋഷഭ് പന്തിൻ്റെ ഒരു കാലിബറിന്റെ ചെറിയൊരു സ്പാർക്സ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഒരു ഹൈയിൽ എൻഡ് ചെയ്യാൻ കഴിയുമോ? 27 കോടി രൂപ കൊടുത്ത് LSG വാങ്ങിയ പ്ലെയർ ആണ്, അവരുടെ ക്യാപ്റ്റനാണ്. അപ്പോൾ ഒരു ഹൈയിൽ എൻഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ ഞാൻ കാത്തിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുന്നത്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഈ മത്സരം വിജയിച്ച് ക്വാളിഫയർ 1 കളിക്കാൻ കഴിയുമോ? അതോ ലക്നൗ സൂപ്പർ ജയൻസ് വിജയിക്കുമോ? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. Thanks for watching Cricket Talks with Kiran.